ഏത് സ്ഥലം വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ലോത്ത് ആ സ്ഥലത്തെ നീരോട്ടമുള്ള സ്ഥലമായി കണ്ടു. നീരോട്ടമുള്ള സ്ഥലം. പക്ഷേ ലോത്ത് നോക്കിയത്, ഹി വാസ് ലുക്കിംഗ് ഫോർ സ്ട്രീംസ് ആൻഡ് ഏബ്രഹാം വാസ് ലുക്കിംഗ് ഫോർ ദ സോഴ്സ് ബിഹൈൻഡ് ഇറ്റ്. ലോത്ത് വേർപിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അവൻ തെരഞ്ഞെടുപ്പ് നടത്തിപ്പോയല്ലോ, കൊണ്ടുപോകട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാൻ നിനക്ക് നീ നിൽക്കുന്ന ഈ ദേശം അവകാശമായിട്ട് തരികയാണ്. അവകാശമായി തരിക എന്നുള്ള വാക്കിനോട് ഉപയോഗിച്ചിരിക്കുന്നത്, ഞാൻ അതൊരു ശാശ്വത അവകാശമായിട്ട് തരികയാണ്. ഒരു ശാശ്വത അവകാശം. സി, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ഈ ഭൂമി, ഇൻഫാക്ട് അത് ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല. 15 കൊല്ലം കഴിയുമ്പോൾ സോദോം ഗൊമോറയ്ക്ക് എന്തോ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ലോത്ത് അത് തിരഞ്ഞെടുക്കത്തില്ലായിരുന്നു. അല്ലേ? നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ എത്ര പരിമിതമാണെന്ന് നമ്മൾ ആലോചിക്കണം. സി, ലോത്തിന് വാസ്തവത്തിൽ സെറ്റിൽ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അബ്രഹാമും ലോത്തും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചപ്പോൾ പെട്ടെന്ന് ആലോചിക്കായിരുന്നു. അതിന്റെ ഉൽപ്പത്തി ദിവസം 18-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ അബ്രഹാം ഏഞ്ചൽസിനെ കാണുകയാണ്. ഏഞ്ചൽസിനെ കാണുന്നത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? രണ്ടുപേരുടെയും ജീവിതത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറയുകയാണ്. 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. നോക്ക്, ഏഞ്ചൽസ് മെറ്റ് ഏബ്രഹാം വെൻ ഹി വാസ് സിറ്റിംഗ് അറ്റ് ദ ഡോർ ഓഫ് ഹിസ് ടെന്റ്. അബ്രഹാമിന് ഇപ്പോഴും എന്തേ ഉള്ളൂ? കൂടാരമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ 19-ാം അധ്യായത്തില് സോദോമിൽ എവിടെയാ അവൻ നിൽക്കുന്നറിയാമോ? ലോട്ട് വാസ് സിറ്റിംഗ് അറ്റ് ദ ഗേറ്റ് ഓഫ് സോദോം. 19-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ലോത്ത് സോദോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. വീണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അബ്രഹാമിന് ഇരിക്കാനായിട്ടൊരു ടെന്റേ ഉണ്ടായിരുന്നുള്ളൂ. ലോത്തിനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. ലോത്ത് ഇരിക്കുന്നത് തന്നെ പട്ടണവാതിൽക്കലാണ്. പട്ടണവാതിൽക്കൽ എന്ന് പറയാൻ കാര്യമുണ്ട്. കാര്യം ഇവനിപ്പോ ഒരു പഞ്ചായത്ത് കമ്മിറ്റി മെമ്പറും ഒക്കെയാണ്. ഇപ്പം ഈ സിറ്റി ഗേറ്റിൽ ഇരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? അവിടുത്തെ ഭരണചക്രം തിരിക്കുന്നതായ, അല്ലെങ്കിൽ പട്ടണത്തിന്റെ സിറ്റി വാട്ട് യു സേ, ഇവിടുത്തെ സിറ്റി മേയർ എന്നൊക്കെ, അല്ലെങ്കിൽ സിറ്റി മേയർ എന്ന് പറയാൻ പറ്റത്തില്ല. സിറ്റി ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്? മുനിസിപ്പൽ കൗൺസിലർ. റൈറ്റ്, ഹി വാസ് എ മുനിസിപ്പൽ കൗൺസിലർ. അതുകൊണ്ടാണ് അവന് സിറ്റി ഗേറ്റിൽ ഇരിക്കാൻ പറ്റുന്നത്. റൂത്തിന്റെ പുസ്തകത്തില് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം തീർക്കാനായിട്ട് ബോവസ് വരുന്നത് എവിടെയാണ്? പട്ടണവാതിൽക്കൽ. കാര്യം അവിടെ വെച്ചാണ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നത്. പഞ്ചായത്ത് കൂടുന്ന സ്ഥലമാണ്. അപ്പൊ ഇപ്പോൾ കുറച്ച് പൈസയൊക്കെ മുടക്കി ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? സിറ്റി മുനിസിപ്പാലിറ്റി കമ്മീഷണർ വരെയൊക്കെ, കമ്മീഷണർ അല്ലെന്നോ, കൗൺസിലർ, മുനിസിപ്പാലിറ്റി കൗൺസിലർ വരെയൊക്കെ. നമുക്ക് വലിയ ബന്ധമില്ലാത്ത ഒരു ലോകമായതുകൊണ്ട് ഈ വാക്കുകളും ഒക്കെ അത്രയും പിടികിട്ടുന്നില്ല. കൗൺസിലൊക്കെ നമുക്ക് ഒത്തിരി പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും എനിക്ക് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്തത് കൊണ്ട് ഒരു കൗൺസിലർ വരെ ആയിരിക്കുകയാണ്. സോ ഹി വാസ് എ കൗൺസിലർ. പക്ഷെ അബ്രഹാം എവിടെയാ? ഒരു ടെന്റിന്റെ മുമ്പിൽ, ഒരു കൂടാരത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്ന് തന്നെയല്ല, അബ്രഹാം ഈ ഏഞ്ചൽസ് ആണെന്നൊന്നും അറിയത്തില്ല, ഭക്ഷണം കൊടുക്കുന്ന ബാങ്ക്വറ്റ് ടേബിൾ ഒരുക്കുന്ന എവിടെയാണെന്നറിയാമോ? അതിന്റെ 4-ാം വാക്യത്തിൽ, 18-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അസാരം വെള്ളം കൊണ്ടുവന്ന് ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പീൻ. നോക്ക്, അവന്റെ ഡൈനിങ് റൂം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗസ്റ്റിന് വേണ്ടി അവൻ ഒരുക്കാനുള്ളത് എവിടെയാ? വൃക്ഷത്തിന്റെ കീഴിൽ. എന്നാൽ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അല്ല. ലോത്ത് എന്താ? ഈ ഹാഡ് എ ഹൗസ്. 19-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? യജമാനന്മാരെ, അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാർപ്പിൻ. വേദപുസ്തകത്തിൽ ഒരു ചെറിയ വാക്കുപോലും പാഴല്ല എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്, അല്ലേ? വേദപുസ്തകം ഉപയോഗിക്കുന്ന ഓരോ ചെറിയ വാക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. അബ്രഹാമിന്റെ കൂടാരത്തിന്റെ വാതിൽ കിടക്കുകയായിരുന്നു. ലോത്ത് എന്ന് പറയുന്നു, വീട്ടിൽ വന്ന് രാപാർപ്പിൻ എന്ന് തന്നെയല്ല. ആ വീടെന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നും അല്ല. എന്താ, ഈ സോദോമിലെ ജനങ്ങളെല്ലാം കൂടെ വന്ന് ഇടിച്ച് തകർക്കാൻ നോക്കിയിട്ട് ദ ഹോൾ പോപ്പുലേഷൻ കെയിം, അല്ലേ? മുഴുവൻ ജനങ്ങളും കയറി വന്ന് ഈ വാതിൽ പൊളിക്കാൻ നോക്കിയിട്ട് പൊളിക്കാൻ പറ്റിയില്ലെന്നാ താഴെ എഴുതിയിരിക്കുന്നത്, അല്ലേ? സോദോമിലെ ജനങ്ങളെല്ലാം കൂടെ വന്നിട്ട് അവരെ ഞങ്ങൾക്ക് വിട്ടുതാ എന്ന് പറഞ്ഞപ്പോൾ ലോത്ത് പുറത്ത് കിടന്നിട്ട് വാതിലടച്ചിട്ട് പറഞ്ഞു, പ്ലീസ്, എന്റെ മക്കളെ ഞാൻ വിട്ടുതരാം. അവരെ വിട്ടുതരത്തില്ല. കാശ് കൊടുത്തുണ്ടാക്കിയതാ കൗൺസിലർ. ഉടനെ ഇവനോട് അവര് തിരിച്ചു പറയുന്ന ഒരു കാര്യം ഉണ്ടെന്നറിയാമോ? ഈ എന്താണ് അവിടെ അതിന്റെ 19-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, പൈസ കൊടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥാനമാനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കും. മാറി നിൽക്ക എന്ന് അവർ പറഞ്ഞു, ഇല്ലേ? മാറി നിൽക്ക, മാറാ അവിടെ നിന്ന്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്ന അറിയാമോ? ഇവൻ ഒരുത്തൻ പരദേശിയായി വന്ന് പാർക്കുന്നു, ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഏത് പദവിയും ഇത്രയേ ഉള്ളൂ. ഇവൻ ഒരുത്തൻ പരദേശിയായി വന്ന് പാർക്കുന്നു, ഞങ്ങളെ ന്യായം വിധിക്കാൻ വന്നിരിക്കുന്നു. എന്നാൽ
അബ്രഹാമിന് അതിഥികളെ മരത്തണലിൽ ഇരുത്താം. എന്നറിയാമോ? അവന് നാട്ടിൽ അത്രയും ബഹുമാന്യതയുണ്ട്. അവന്റെ അതിഥിയെ ഒരു മനുഷ്യൻ പോലും തൊടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോത്തിന് അവന്റെ സ്ട്രോങ് റൂമിലിട്ട് പൂട്ടിയിട്ട് അവന്റെ അതിഥികളെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. ഇതാ സോദോമും കനാനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പല സമയത്തും കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നിരിക്കും, പക്ഷെ ഉണ്ടല്ലോ നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പണം കൊണ്ടെല്ലാം നേടിയെടുക്കാമെന്ന നമ്മുടെ ചിന്ത. നോ വേ. പണത്തിന്റെ ഡിസെപ്ഷൻ നമ്മൾ മനസ്സിലാക്കണം. അതിനൊരു വഞ്ചനയുണ്ട്. പണത്തിന്റെ ഏറ്റവും വലിയ വഞ്ചന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പണം വലിയ കാര്യമാണെന്നുള്ളത് നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. ചില പാർട്ടികളുണ്ട്. ഞാനൊരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവനങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഇഷ്ടംപോലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇതുപോലെ പണമുള്ള ആളല്ലേ. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്നാണ് അദ്ദേഹം ആളുകളെ അറിയിച്ചിരിക്കുന്നത്. പല പല സ്ഥലങ്ങളിൽ ബിസിനസ് ഉണ്ടെന്നാണ് ആളുകളെ അറിയിച്ചിരിക്കുന്നത്. ഡിസെപ്ഷൻ അവിടെയാണ്. പണത്തിന്റെ പ്രത്യേകത അത് സ്ട്രോങ് ആണെന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് എന്നും പണം പറയുന്നതെന്നറിയാമോ? പണത്തിന്റെ മീതെ പരുന്തും പറക്കത്തില്ല, അതാണ് ഇതാണ്, ഇവിടെ പണം ഉണ്ടെങ്കിലേ പണമില്ലാത്തവൻ പിണം. ഇതൊക്കെ പണം തന്നെയാണ് നമ്മളോട് പറയുന്നത്. എന്തിനാണെന്നറിയാമോ? അവൻ സ്ട്രോങ് ആണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനമാണ് പണം എന്ന് പറയുന്നത്. എന്താ പണം എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് തിരിച്ചറിയണം. വാട്ട് ഈസ് മണി ആഫ്റ്റർ ഓൾ? മണി ബിക്കംസ് മണി ഓൺലി വെൻ യു സ്പെൻഡ് ഇറ്റ്. ഇതൊരു 10 രൂപ നോട്ടാണ്. നമ്മളിത് പറയുന്നത് പണമെന്നാ, ദിസ് ഇസ് മണി എന്നാ പറയുന്നത്. പക്ഷെ ഇത് വെറും ഒരു കടലാസാ. ഇതെപ്പോഴാണ് പണമാകുന്നതെന്ന് അറിയാമോ? ഇത് പണമാകുന്നത് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോഴാണ്. എനിക്കിത് തിന്നാൻ പറ്റത്തില്ല. എനിക്ക് വിശക്കുമ്പോൾ 10 രൂപ തിന്നാൻ പറ്റുമോ? പറ്റത്തില്ല. എനിക്ക് ദാഹിക്കുമ്പോൾ ഇത് കുടിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇത് സ്പെൻഡ് ചെയ്യുമ്പോൾ, ഇതുകൊണ്ട് ഒരു പരിപ്പോടെയും ഒരു ചായയും വാങ്ങിച്ച് കഴിക്കുകയും കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴാണ് ഇത് പണമാകുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് എന്തറിയാം? അപ്പോൾ പണം നഷ്ടപ്പെട്ടെന്നാ. നമ്മൾ വിളിക്കുന്ന ഇതിനെയാണ് പണം. റൈറ്റ്? എന്തൊരു ഡിസെപ്ഷൻ ആണെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇതിനെ പണമെന്ന് വിളിക്കുന്നു, ഇത് പണമാകുമ്പോൾ നമ്മൾ പറയുന്നു പണം നഷ്ടപ്പെട്ടെന്ന്. കടലാസേ നഷ്ടപ്പെട്ടുള്ളൂ. കടലാസ് നഷ്ടപ്പെട്ടു, പക്ഷെ നമുക്ക് പണം ഉപയോഗിക്കപ്പെടാനായിട്ട് കഴിഞ്ഞു. നോക്ക്, എത്ര കൃത്യമായ ഒരു കാര്യം. ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞതാ. അതുപോലെ ഞാൻ പറഞ്ഞത് ലോകം നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കള്ളത്തരങ്ങളായത്. അടുത്തത്, പണം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ഗോൾഡ് ആണ്, നമുക്കറിയാം. കാര്യം ഈ പണം അച്ചടിച്ചിരിക്കുന്നത് എവിടെയെങ്കിലും ഒരിടത്ത് ഗോൾഡ്, റിസർവ് ബാങ്കിൽ ഗോൾഡ് കൊണ്ട് വെച്ചിട്ടാണല്ലോ ഈ പണം അടിച്ചിരിക്കുന്നത്, ഇല്ലേ? അല്ലാതല്ല. ആ ഏറ്റവും ആത്യന്തികമായി നോക്കിക്കഴിഞ്ഞാൽ മണി ഈസ് ഗോൾഡ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഗോൾഡ് കൊണ്ട് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? ഒരു പിച്ചാത്തി ഉണ്ടാക്കാൻ പോലും കൊള്ളത്തില്ല. എന്റെ നോട്ടത്തിൽ ലീസ്റ്റ് യൂസ്ഫുൾ മെറ്റലാണ് ഗോൾഡ് എന്ന് പറയുന്നത്. ഇരുമ്പ് കൊണ്ടാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ എന്താണ്, നമുക്കൊരു പിച്ചാത്തി എങ്കിലും ഉണ്ടാക്കാം. പക്ഷെ അതിന് പോലും കൊള്ളാത്ത ഈ പണം അല്ലെങ്കിൽ ഈ ഗോൾഡ്, ലോകത്തിലെ ലീസ്റ്റ് യൂസ്ഫുൾ മെറ്റൽ കാണിച്ചിട്ട് പിശാച് നമ്മളോട് പറഞ്ഞു ദിസ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ മെറ്റൽ അല്ലെങ്കിൽ മോസ്റ്റ് പ്രഷ്യസ് മെറ്റൽ, ഇല്ലേ? ആൻഡ് വി ബിലീവ് ഇറ്റ്. ഒരു ദിവസം എല്ലാവരും അങ്ങ് വിശ്വസിക്കുകയാണെന്ന് വെച്ചോ, ഗോൾഡ് ഈസ് നത്തിങ്, അയൺ ഈസ് ബെറ്റർ എന്ന് ചിന്തിച്ച് പോയാലൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ ലോകം തീരുമാനിക്കുകയാണ് യൂസ് ഇല്ലാത്ത ഒരു സാധനം എന്താണ്, അത് നമ്മൾ വാല്യൂബിൾ ആയിട്ട് കണക്കാക്കണ്ട, പ്രയോജനമുള്ള കാര്യങ്ങൾ വാല്യൂബിൾ ആയിട്ട് കണക്കാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സകല പരിപാടിയും തീർന്നു, അല്ലേ? അപ്പോൾ ലോകം നമ്മളെ എത്ര ഡിസീവ് ചെയ്തിരിക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്ന് തന്നെയല്ല, ദൈവം ഇതിനെ എങ്ങനെ കാണുന്നു, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാനൊരിക്കൽ ഇങ്ങനെ വേദവസം വായിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ വായിച്ചു അനീതിയുള്ള മാമോനെ കൊണ്ട്. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇതെന്നെ പരിപാടിയാ, നീ ഒറ്റയടിക്ക് ഇതിനെ അനീതിയുള്ള മാമോൻ എന്ന് വിളിക്കാൻ കാര്യം? പണത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. അനീതിയായിട്ട് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ നീതിയോടുകൂടെ ഞാൻ പണം ഉണ്ടാക്കിയാൽ എന്താ പ്രശ്നം? വൈ യു ആർ കോളിംഗ് ഇറ്റ് അൺറൈച്ചസ് മാമോൻ? കർത്താവിനോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ പണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ക്രയവിക്രയം ചെയ്തിരുന്നത് ബാർട്ടർ സിസ്റ്റമാണ് നിലവിലിരുന്നത്. അന്ന് ഞാൻ നെല്ലുണ്ടാക്കുന്നു, വേറൊരാള് പശുവിനെ വളർത്തുന്നു, വേറൊരാള് തുന്നൽ പണി ചെയ്യുന്നു, വേറൊരാള് മുടി വെട്ടുന്നു, വേറൊരാളിന് സർവീസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഞാനിത് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ഞാൻ നെല്ല് കൊടുത്തിട്ട് പാല് വാങ്ങിക്കുന്നു, പാലുകാരൻ പാല് കൊടുത്തിട്ട് കോഴിയെ വാങ്ങിക്കുന്നു, കോഴിയെ വളർത്തുന്നവൻ കോഴിയെ കൊടുത്തിട്ട് ഗോതമ്പ് വാങ്ങിക്കുന്നു, ഗോതമ്പ് ഉണ്ടാക്കുന്നവൻ അത് കൊടുത്തിട്ട് തുണി വാങ്ങിക്കുന്നു, തുണി ഉണ്ടാക്കുന്നവൻ തുണി കൊടുത്തിട്ട് ടീച്ചർക്ക് അല്ലെങ്കിൽ അവന്റെ പിള്ളേരെ പഠിപ്പിക്കുന്നു. എക്സ്ചേഞ്ച് ചെയ്യാണ്. ഈ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തുള്ളൂ, അല്ലേ? ഇപ്പൊ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന മണിയാണ്, പക്ഷെ മണി യൂസ് ഇല്ല. പക്ഷെ മറ്റേ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം യൂസ്ഫുൾ ആണ്.
ദൈവം ലോകത്തിൽ വെച്ചിരിക്കുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. യൂസ്ഫുൾ ആയിട്ടുള്ള ഏത് കാര്യവും വേൺ ഔട്ട് ആകും. ഉപയോഗമുള്ള ഏത് സാധനവും നാശം കൂടെ, അല്ലെങ്കിൽ വാട്ട് യു സേ, വേൺ ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അഴിഞ്ഞു പോകത്തക്ക നിലയിലാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. പാല് നമുക്ക് എത്ര ദിവസം വെക്കാൻ പറ്റും? ഫ്യൂ ഡേയ്സ് അല്ലേ? 2 ദിവസം തന്നെ ഇരുന്ന ഭാഗ്യം എന്ന് വെച്ചാൽ മതി. ഫ്രിഡ്ജൊക്കെ കണ്ടുപിടിക്കുന്നൊക്കെ പോട്ടെ, അതിന് മുമ്പത്തെ കാര്യം ഞാൻ പറയാണ്. ഫ്രിഡ്ജ് ഉണ്ടെങ്കിലും പറ്റത്തില്ല, ഇത്ര ദിവസമേ പറ്റുള്ളൂ അല്ലേ? എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഏത് ഐറ്റംസിനും ഇല്ലേ? അപ്പോൾ ഒരു സീസണിലേക്ക് മാത്രമേ ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നെല്ല് എത്ര കാലം നമുക്ക് ഉപയോഗിക്കാം? ഇന്നുള്ള നെല്ല് നമുക്ക് 12 കൊല്ലം കഴിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ? അപ്പോൾ ഏത് സാധനവും ദൈവം അതിനകത്ത് തന്നെ അഴിയുവാനുള്ള ഒരു സിസ്റ്റം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്താലും ഷെയർ ചെയ്തേലേ പറ്റൂ. എനിക്ക് എക്സ്ട്രാ എത്ര പാലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഞാനത് ആർക്കെങ്കിലും കൊടുത്തേ പറ്റൂ ഇല്ലേ? അപ്പോൾ ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ സിസ്റ്റമാണ്. എന്നാൽ ഈ സിസ്റ്റത്തെ തകിടം മറിച്ച ഒരു കാര്യമാണ് പണത്തിന്റെ കണ്ടുപിടുത്തം. പണം കണ്ടുപിടിച്ചതുപോലെ ഞാൻ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് പാല് കൊടുത്ത് നെല്ല് വാങ്ങിക്കുന്നതിന് പകരം പാല് കൊടുത്ത് പണം വാങ്ങാനായിട്ട് കഴിയുന്ന ഒരു സിസ്റ്റം ഉണ്ടായതോടുകൂടെയാണ് ലോകത്തിൽ അനീതി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദൈവം പണത്തെ തന്നെ അനീതി എന്ന് വിളിക്കുന്നത് ഇല്ലേ? ആര് പറഞ്ഞതാണ്? യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഷെയറിംഗ് ഇല്ലാതാക്കിയത് പണമാണ്, അത് അനീതിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യാത്ത സ്വർഗ്ഗത്തിൽ നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചുകൊള്ളുവിൻ അല്ലേ? അപ്പോൾ സ്വർഗ്ഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാനുള്ള ആഗ്രഹത്തോടു കൂടെ വേണം എപ്പോഴും നമ്മൾ ജീവിക്കാനായിട്ട്, ഭൂമിയിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കാനല്ല. ഇതും എനിക്കൊരു സമസ്യയായിരുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയാ ഭൂമിയിൽ എങ്ങനെയാ നിക്ഷേപങ്ങളെ സ്വരൂപിക്കണമെന്ന് എനിക്കറിയാം. ഗ്രാബ് ചെയ്ത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മൈ മണി ആൻഡ് ദാറ്റ് ബിക്കംസ് ട്രഷർ ഫോർ മീ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ എനിക്കതൊരു സമ്പത്തായിട്ട് വരികയാണ്. എന്നാൽ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുന്നത്? സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുന്നതിനെ കുറിച്ച് മർക്കോസിന്റെ വിഷയം 10-21 വാക്യത്തിൽ കർത്താവ് പറയാണ്, റിച്ച് റൂളർ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അപ്പോൾ വിറ്റാ മാത്രം പോരാ, അനുഗമിക്കുകയും വേണം, അത് വേറൊരു കാര്യം. പക്ഷേ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആവശ്യത്തിലിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് എ ട്രഷർ ഇൻ ഹെവൻ എന്നാണ്. ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്താണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മണി, പണം മാത്രമല്ല. ചിലപ്പോൾ ആളുകൾ ഇത് പറയുമ്പോഴത്തേക്ക് പറയും, ഓ അതൊക്കെ കാശുള്ളവരുടെ കാര്യമല്ലേ, ഞാനിപ്പോ എന്തോ ഷെയർ ചെയ്യാനാ, എനിക്കെന്തോ ഉള്ളേ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, പണം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനമാണ്. അത് കൊടുത്താൽ നമ്മൾ വലിയ ആള് കളിക്കുന്നത്. എന്നാൽ ദൈവം ലോകത്തിൽ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വിലയേറിയ സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ടൈം, സമയമാണ്. അതുകൊണ്ടാ ദൈവം പണം പലർക്കും പല രീതിയിലും സമയം എല്ലാവർക്കും ഒരുപോലെയും കൊടുത്തത്. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, അതെന്താ കാര്യങ്ങൾ കാര്യം. ചിലർക്ക് കർത്താവ് ഒത്തിരി പൈസ കൊടുത്തു, ചിലർക്ക് കുറച്ച് പൈസ കൊടുത്തുള്ളൂ. കാര്യം അതിന് വലിയ വിലയൊന്നും കർത്താവ് കൊടുക്കുന്നില്ല. നമ്മൾ രാവിലെ സ്കൂളിൽ പിള്ളേർ പോകാൻ നേരം വാട്ടർ ബോട്ടിനകത്ത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചു. ഏകദേശം ഒരേ പ്രായത്തിലുള്ള 2 പിള്ളേർ, ഞങ്ങളുടെ ശുഭ്രയും ശ്രേയം പോലെ. അപ്പം പെട്ടെന്ന് ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ സ്കൂൾ ബസ് വന്നു, നമ്മൾ എന്ത് ചെയ്യും? വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരാളുടെ വാട്ടർ ബോട്ടിൽ ഫുള്ളായി, മറ്റേത് അങ്ങോട്ട് നിറയ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അല്ലെ? അക്വാഗാർഡിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് വീണോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാൽ പാകമേ ഉള്ളെങ്കിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചിന്തിക്കുന്നുണ്ടോ, ഈ കുറച്ച് വെള്ളം കിട്ടിയ ആള് തള്ളയുടെ അടുത്ത് ചെന്നിട്ട് പറയും, അമ്മേ നിങ്ങൾ എന്നെ ശരിക്കും സ്നേഹിക്കുന്നില്ല, കണ്ടോ, അവക്ക് ഫുൾ ബോട്ടിൽ വെള്ളം കൊടുത്തു, എനിക്ക് 1/4 ബോട്ടിൽ വെള്ളമേ തന്നുള്ളൂ, ഇതെന്തൊരു കഷ്ടമാ, നിങ്ങൾ ഇങ്ങനെ അനീതി കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കാൻ വരുമോ? എവിടാ, കുറച്ച് വെള്ളം കിട്ടി അത്രയും സൗകര്യമൊന്നും വെക്കും, അത്രേ ഉള്ളൂ. കാര്യം വെള്ളത്തിന് അത്രയും വിലയെ പിള്ളേര് കൽപ്പിക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെ ബാസ്കിൻ റോബിൻസിന്റെ ഐസ്ക്രീം പാർലർ ഉണ്ടല്ലോ, അവിടെ കയറിയിട്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് മൂത്തതിന് 3 സ്കൂപ്പ്, വിളയതിന് 1 സ്കൂപ്പ് ഒന്ന് കൊടുത്തു നോക്കി, അന്നേരം അറിയാൻ വിവരം. കാര്യം ഐസ്ക്രീമിന് എന്തോ ഉണ്ട്? വിലയുണ്ട്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും. ഇതുപോലെ ദൈവം മനുഷ്യന് പണം ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ കർത്താവ് ഒന്നും മൈൻഡ് ചെയ്തില്ല. കാര്യം ഇതിന് ഇത്രയും വിലയുള്ളെന്നുള്ളത് കർത്താവിന് അറിയായിരുന്നു. പക്ഷെ സമയം കൊടുത്തപ്പോൾ എന്താണ്? 24 hours. അമേരിക്കൻ പ്രസിഡന്റിനും ഈ പാവം പിടിച്ച് എനിക്കും 24 hours, ഒന്നും കൂടുതലില്ല. മറ്റൊരു കാര്യമുണ്ട്, ഇത് കൂട്ടിവെക്കാനും പറ്റത്തില്ല. പണം കൂട്ടിവെക്കാം, പക്ഷെ സമയം കൂട്ടിവെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇന്ന് എനിക്ക് കൂട്ടിവെക്കുന്ന പോലെ എനിക്ക് എന്താണ്, ഇന്ന് എനിക്ക് എനിക്ക് ഇന്ന് അത്രയും പണിയില്ല, അതുകൊണ്ട് എനിക്ക് ഇന്ന് 18 മണിക്കൂർ മതി, നാളെ എനിക്ക് ഒരു 32 മണിക്കൂർ നന്നേച്ചാൽ മതി, നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റുമോ? ഇല്ല.
ടൈം ഈസ് ലൈഫ്. അതുകൊണ്ട് ഷെയർ ചെയ്യുമ്പോൾ പണം ഷെയർ ചെയ്യുന്നതിനേക്കാൾ വലുതാണ് ടൈം ഷെയർ ചെയ്യുന്നത്. ഈ കാലയളവിൽ ഒരു പ്രശ്നം, ആർക്കും സമയം ഷെയർ ചെയ്യാനില്ല. എല്ലാവരും എന്താ പറയുന്നത്? അതിനുള്ള കാശ് കൂടെ ഞാൻ അങ്ങ് തന്നേക്കാം. ആർക്ക് വേണം ഈ കാശ്? ടൈം വേണ്ടത് ടൈമാ വേണ്ടത്.